ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഒരു ചെടിയുടെ 6 ഇലയിൽ നിന്ന് എങ്ങനെ നമുക്കൊരു 6000 രൂപയ്ക്ക് അടുത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മുടെ ഇസഡ്സഡ് പ്ലാന്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ഇലയിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൂടുതൽ തൈകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് റേറ്റ് നോക്കുമ്പോൾ അറിയാം, 1000 തൊട്ടാണ് അങ്ങോട്ട് റേറ്റ് കൂടുന്നത് കേട്ടോ. പലയിടത്തും പല പല റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നമ്മുടെ വീഡിയോ കാണുന്ന പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഞാനിവിടെ നട്ടുവെച്ചിട്ടുള്ള ഇസഡ്സഡ് പ്ലാന്റിൻ്റെ ഇലകൾ. ഇപ്പോൾ നമ്മളിവിടെ 5 ഇലകളും ഒരു തണ്ട് ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് നട്ടേക്കുന്നത്. അപ്പോൾ അതിനകത്ത് വേരൊക്കെ വന്നിട്ടുണ്ട്. വേര് വന്നെന്നറിയുമെന്ന് പറയുമ്പം ഇതിപ്പം നമ്മൾ നട്ടിട്ട് ഒരാഴ്ചയോളം ആയി. ആ സമയം കൊണ്ട് ഇത് കരിഞ്ഞു പോകേണ്ടതാണ് വേരില്ലെങ്കിൽ. അത്രേ ഉള്ളൂ അതിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ ഈ ഇലയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ളൊരു തൈ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അത് നിങ്ങളെ ആദ്യം കാണിച്ചു തരാവേ. ഈ കാണുന്നതാണ് സംഭവം. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മാസത്തിന് മുകളിലേക്ക് പ്രായമുണ്ട് ഇതിന്. ഞാൻ ഒരൊറ്റ ഇലയിൽ നിന്നുണ്ടാക്കിയ തൈയാണ് കേട്ടോ. നല്ല ഗ്രോത്തോടെ വരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിന് വേണമെങ്കിൽ നമുക്ക് ഒരു 1800 രൂപ വാങ്ങാൻ പറ്റും. അത്ര വിലപിടിപ്പുള്ള ഒരു ചെടിയാണിത് കേട്ടോ. ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറയുന്നതല്ല. നിങ്ങൾക്കത് ഫോണിലൊക്കെ നോക്കുമ്പം ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്. ഇത് നമുക്കൊരു ഇൻറ്റീരിയർ പോട്ടിലേക്ക് മാറ്റുവാണെങ്കിൽ ഇതിന് ഏകദേശം ഒരു 3000 രൂപയ്ക്ക് അടുത്ത റേറ്റ് വരും കേട്ടോ. ഞാൻ പല പല നഴ്സറിയിലും ചോദിച്ചതാണ്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു റേറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ലീഫൊക്കെ ഒന്ന് നിങ്ങളെ നടത്തി കാണിക്കാവേ, അതിൻ്റെ വേര് വന്ന രീതിയൊക്കെ. സൂക്ഷിച്ച് വേരൊന്നും പൊട്ടാണ്ടെടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഉണ്ടോ, ഈ കാണുന്നതാണേ. എൻ്റെ ചോടുവശത്തുണ്ടോ വേര് വരുന്നുണ്ടോ. ആ ട്യൂബറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ലീഫിൻ്റെ ചോട്ടായിട്ട് ഈ ട്യൂബർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് വേരുണ്ടാവുകയും പുതിയ പുതിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് കേട്ടോ. ഞാൻ അതുപോലെ എല്ലാ ഇലയും നടത്തി കാണിക്കാവേ. വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി പോകുന്നുണ്ടോ എന്ന് ഡൗട്ട്. ഇത് കുറച്ച് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ വേര് പൊട്ടാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, അതിനും വേര് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തണ്ടിൽ നിന്നും വേര് വന്നിട്ടുണ്ട്. ഇതിപ്പം അടർത്തിയെടുക്കാറായതല്ല സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ കേട്ടോ. ചിലരൊക്കെ ഈ സംഭവം ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് അതിലിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കാണാവേ. അപ്പോൾ അത് ഞാനങ്ങനെ നോക്കിയിട്ട് ഇതുവരെ വർക്കൗട്ട് ആയിട്ടില്ല, ചീഞ്ഞു പോവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ഫേക്കാണെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കത് വർക്കൗട്ടായിട്ട് കിട്ടിയിട്ടില്ല. ഞാനിത് സോയിലിൽ നട്ട് വെച്ചിട്ടാണ് കിട്ടിയത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ കാണുന്ന പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇലകളൊക്കെ തിരിച്ച് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പോട്ട് മിക്സൊക്കെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ചുവട്ടി കാണുന്ന ഇല വേണം നമ്മൾ സെലക്ട് ചെയ്യാനേ. മുകളിലോട്ടുള്ള ഇലയൊക്കെ ഒരു ഇളവിലയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് പിടിക്കാനും ചാൻസ് കുറവാണ്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഏറ്റവും ചുവട്ടിലത്തെ ഒരു ഇല അടർത്തി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയത്തില്ലാത്തൊരു ജസ്റ്റ് ഒരു കത്രിക ഉപയോഗിച്ച് അടർത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എൻ്റെ തണ്ടിന് കേട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇല അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പോട്ടി മിക്സിലേക്ക് നട്ടു കൊടുക്കാവേ. അപ്പോൾ പോട്ടി മിക്സിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നേരെ കാണണേ. അപ്പോൾ നമ്മുടെ മണ്ണ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇല ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നന പറയുമ്പോൾ നമ്മൾ ഒരു സ്പ്രേയർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഫിംഗർ ടിപ്പ് മെത്തേഡ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് നനച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണേ.
ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പം ഇത് നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് മഴ അടിക്കുന്നിടത്ത് വെക്കില്ല കേട്ടോ. മഴയൊക്കെ അടിക്കുമ്പോൾ ഇത് ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു ഷെയ്ഡി വേണം വെക്കാനേ. അപ്പോൾ ഈ പ്ലാന്റ് വീട്ടിലുള്ളവർ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാവേ.